തന്നെ പ്രഖ്യാപിച്ചിരുന്നു നവമലയാളിയുടെ അവാർഡ്. നവമലയാളി എന്ന് പറയുന്ന NRI ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണം എല്ലാ വർഷവും സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു അവാർഡ് നൽകി വരുന്നുണ്ട്. മലയാളികൾക്കാണത് നൽകുന്നത്. അത് ഇത്തവണ ഡോക്ടർ MP പരമേശ്വരനാണ്. 1,00,000 രൂപയും പ്രശസ്തി പത്രമാണ് അവാർഡ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മുതൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല സാംസ്കാരിക കൂട്ടായ്മയ്ക്കുള്ള അവാർഡും നവമലയാളി നൽകി വരുന്നുണ്ട്. 25,000 രൂപയും പ്രശസ്തി പത്രം ഉൾപ്പെടുന്നതാണ് അവാർഡ്. അത് ഇത്തവണ തൃശ്ശൂർ ജില്ലയിലെ കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയ്ക്കാണ് നൽകുന്നത്. ഇത് മതിലകത്തുള്ള ഇത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഈ ചടങ്ങിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് അറിയിക്കാന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം. ഇത് 2026 ആഗസ്റ്റ് 9 ഞായറാഴ്ച കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ടാണ് ഈ അവാർഡ് സമർപ്പണം നടത്തുക. CP ജോണാണ്, ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണാണ് ഈ അവാർഡ് MP പരമേശ്വരനും അതുപോലെ തന്നെ കളരിപ്പറമ്പ് വായനശാലയ്ക്കും സമ്മാനിക്കുന്നത്. അന്നേ ദിവസം തന്നെ എല്ലാ വർഷവും നവമലയാളിയുടെ അവാർഡ് സമർപ്പണത്തോട് അനുബന്ധിച്ച് ഏതെങ്കിലും വിഷയത്തെ ആസ്പദമാക്കിയുള്ള നവമലയാളി പ്രഭാഷണ പരമ്പര നടത്താറുണ്ട്. അതിൽ ഇത്തവണ ശാരദ മുരളീധരനാണ് വിഷയം അവതരിപ്പിക്കുന്നത്. മുൻ ചീഫ് സെക്രട്ടറിയായ ശാരദ മുരളീധരൻ വികസനത്തിന്റെ കേരള മാതൃക വർത്തമാനവും ഭാവിയും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അന്ന് നവമലയാളി പ്രഭാഷണം നടത്തുക. പിന്നെ ആ സമ്മേളനത്തില് അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ PM ആരതിയാണ്. കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലെ അധ്യാപികയാണ് ആരതി. അതുപോലെ തന്നെ MP പരമേശ്വരനെ പരിചയപ്പെടുത്തി, അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നത് കൗമ്പായി ബാലകൃഷ്ണനാണ്. PS ഷാനു തുടങ്ങിയവര് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇത് 8ാമത്തെ അവാർഡാണ് നവമലയാളിയുടെ. ഇതിനു മുമ്പ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് KGS, സച്ചിദാനന്ദൻ, ആനന്ദ്, സക്കറിയ, അരുന്ധതി റോയ്, ഏഷ്യാനെറ്റ് ശശികുമാർ, കാർട്ടൂണിസ്റ്റ് EP ഉണ്ണി എന്നിവർക്കാണ്. അപ്പം ഈ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം. അപ്പോൾ ആഗസ്റ്റ് 9 ഞായറാഴ്ച വൈകിട്ട് 3:30 കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ടാണ് ഈ പുരസ്കാര വിതരണം നടത്തുക. അതോടൊപ്പം ഈ പറഞ്ഞ പോലെ ഈ പുരസ്കാര വിതരണത്തിന്റെ ഒരു പ്രധാന പരിപാടിയായ നവമലയാളി പ്രഭാഷണവും അന്നുണ്ടാവും. മുൻ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ആണ് നടത്തുന്നത്. MP പരമേശ്വരന്റെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഈ പറയുന്ന പ്രഭാഷണത്തിന്റെ വിഷയവുമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത്രയാണ് അറിയിക്കാനുള്ളത്. MP പങ്കെടുക്കാൻ ഇപ്പൊ നമ്മൾ പോകുന്നുണ്ട്. അപ്പം അതെങ്ങനെ വേണമെന്ന് ആരോഗ്യനില അനുസരിച്ച് തീരുമാനിക്കും. കളിപ്പറമ്പ് മതിലകത്താണ്. അവര് 1954 മുതൽ പ്രവർത്തിച്ചു വരുന്ന വായനശാലയാണ്. ഇപ്പം 86 മുതൽ ഇപ്പോൾ ഉള്ള ഭരണസമിതി അത് ഏറ്റെടുക്കുകയും വളരെ വിപുലമായ പരിപാടികൾ നടത്തുകയും ചെയ്യുന്നതാണ്. ഇപ്പം ഒരു വളരെ ഈ പറഞ്ഞ ഗ്രാമപ്രദേശത്ത് സുമാർ മുതൽ പെരുമാൾ മുരുകൻ വരെയുള്ള ആളുകളെ അവിടെ കൊണ്ടുവന്നിട്ട് ആളുകളായിട്ട് സംവേദിപ്പിക്കാനുള്ള വേദി ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല നിരവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ഒരു ഭാഗത്ത് അവിടുത്തെ ആ ഗ്രാമത്തിലെ തൊഴിൽ ലബ്ധിക്ക് വേണ്ടിയുള്ള PSC കോച്ചിങ് പോലുള്ള പരിപാടികൾ, മറുവശത്ത് ഈ പറയുന്ന തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ, ചില പരിപാടികളൊക്കെ രാത്രി 9 മണിക്കും 10 മണിക്കൊക്കെ നടത്തും. കാരണം വീട്ടിലെ പണിയൊക്കെ ചെയ്ത് എല്ലാ കുടുംബങ്ങളും അവിടെ വന്നിരിക്കും. അപ്പം അത്തരത്തിലൊരു മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വായനശാലയാണ്. എല്ലാ വർഷവും സാഹിത്യോത്സവം, വനിതാ സാഹിത്യോത്സവം അവർ നടത്താറുണ്ട്. 2 സാഹിത്യോത്സവം, കുട്ടികൾക്കായിട്ടുള്ള സാഹിത്യോത്സവം ഉണ്ട്, അതുപോലെ തന്നെ വനിതകൾക്കായിട്ടുള്ള സാഹിത്യോത്സവം നടത്താറുണ്ട്. എല്ലാ വർഷവും MN വിജയന്റെ പേരിലുള്ള ഒരു അവാർഡ് അവര് നൽകുന്നുണ്ട്. ഇപ്പോ ഏറ്റവും അടുത്ത് ഗ്രാമത്തിലെ ഒരു പൊതുസ്ഥലം ആയിട്ടൊരു മൈതാനം ഉണ്ടാക്കാൻ വേണ്ടി അവര് വിവിധ തരത്തിൽ 72 ലക്ഷം രൂപ സമാഹരിച്ച് അവര് തന്നെ അത് വാങ്ങി ഇപ്പം ഒരു പൊതു കളിസ്ഥലം ഒരുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഈ അവാർഡ് ഗ്രാമികയ്ക്കായിരുന്നു, ഇവിടെയുള്ള കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയ്ക്കായിരുന്നു.
ഇപ്പം ഈ വർഷം കളരിപ്പറമ്പ് വായനശാല പുസ്തകം ആക്കിയിട്ടില്ല. നമ്മള് ഇനിയിപ്പോ ആലോചിക്കും. അതില് കോവിഡ് കാലത്ത് നമുക്ക് അത് നടത്താൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ പ്രഭാഷണങ്ങൾ ഈ 8 ഇതിലും നടത്താൻ പറ്റിയിട്ടില്ല ആ സമയത്ത്. എന്നാലും ഉള്ളത് ഒരു ഇത്തവണയും കൂടി നോക്കിയിട്ട് അത് അങ്ങനെ ഒരു ആലോചനയുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ അത് അവൈലബിൾ ആണ് ആ പ്രഭാഷണങ്ങൾ. അതെ അത് ആലോചിക്കുന്നുണ്ട് അത്.